ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു എത്ര മണിയായിട്ടുണ്ട് സുക്രു? ഒരു 1:30 മണിയായിട്ടുണ്ടാവും. സുക്രുവിന് ഇന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സുക്രുവിനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ റാലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുക്രുമണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. തുമ്പി ആനാപ്പുഴയിലാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു 7 മണിയല്ല 1:30 മണി 1:30 മണിയായിരുന്നു റീ. സംസാരമൊക്കെ വളരെ പുറകിലാണ് കേട്ടോ. ഒന്ന് ശരി വരണ പിന്നെ ഒട്ടും സംസാരിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിക്കൊന്ന് സംസാരിച്ചൊക്കെ തുടങ്ങണത്. അടുത്ത കൊല്ലമാണ് നേഴ്സറി സ്കൂളിൽ ചേർക്കണത്. അപ്പോഴേക്കും ശരിയാവുമായിരിക്കും. പക്ഷേ തുമ്പിമോൾ ഇപ്പോൾ 1.5 വയസ്സായിട്ടുള്ള ഇവനേക്കാളും അടിപൊളിയായിട്ട് സംസാരിക്കും കേട്ടോ. അത് ആൺപിള്ളേർ പൊതുവെ വളരെ ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെ കേട്ടിട്ടുണ്ട്. പെൺപിള്ളേർ കുറച്ച് മുൻപന്തിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ തുമ്പിമോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു യാത്ര പോവാണ്. അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ 16-ാം തീയതി രാവിലെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വന്ദേ ഭാരതിനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്ത് വെക്കണം. സുക്രു വാലടക്കി എന്നിട്ട് വാലടക്കി. അതുകൊണ്ട് മാത്രമാണ് തുമ്പിനെ കൊണ്ട് ആനപ്പുഴ ആക്കിയിരിക്കുന്നത്. ഇന്നത്തോടെ എല്ലാം തീർക്കണം. പിന്നെ സുധുചേട്ടൻ്റെ ഷർട്ടുകൾ കുറച്ച് തേച്ച് വെക്കാനുണ്ട്. കുറച്ച് നല്ല 2 ജോഡി ഷർട്ട് ഒന്ന് തേച്ച് വെക്കാനുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാണ്ട് നമ്മൾ 16-ാം തീയതി പോയിട്ട് 17-ാം തീയതി രാവിലത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഉച്ചയോടുകൂടി നമ്മൾ ഇങ്ങോട്ട് എത്തും. വന്ദേ ഭാരതിനാണ് പോകുന്നത്. പിന്നെ സാധാരണ ട്രെയിനാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. വിത്ത് ഫുഡ് ഉണ്ട്. വിത്ത് ഫുഡിന് 400 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് വിത്ത് ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. നമ്മൾ 400 രൂപ പേ ചെയ്യേണ്ടല്ലോ. പിന്നെ നമുക്ക് ബുക്ക് ചെയ്ത ചേട്ടനും പറഞ്ഞു കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് റെയിൽവേയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേട്ടനാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നത്. നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ശരിയായില്ല, നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നേരിട്ടാണ് കേട്ടോ എടുത്തു തന്നത്. അപ്പോൾ അതൊക്കെ ട്രെയിനിൻ്റെ പോക്കൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണം. പിന്നെ 2 കുഞ്ഞിപ്പിള്ളേരായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വേണം. ഭയങ്കര കൂടുതലല്ല എങ്കിലും കുറച്ച് മേടിച്ച് വയ്ക്കണം. അത് നാളെ സുധിച്ചേട്ടൻ മേടിക്കുമായിരിക്കും. പിന്നെ 2-3 ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് തുമ്പിയൊക്കെ ഒന്ന് ഇട്ടഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ച് നിർത്താൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കരുതി വയ്ക്കണം. തുമ്പിയുടെ കാര്യമാണ് എപ്പോഴാണ് ഇടയണം, എപ്പോഴാണ് സൈലൻ്റ് ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല. സുക്രുവിനെ പിന്നെ കുറച്ച് മെരുക്കിയിരുത്താം, തുമ്പിനെ അത്ര മെരുക്കിയിരുത്താനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെന്താ, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ടോപ്പിന് കൈ വെക്കണം. അതപ്പുറത്ത് ആ ഒരു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ കൈ വെക്കാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെന്താ, ഒന്നുമില്ല കേട്ടോ. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് തുമ്പിയുടെ അടുത്തേക്ക് പോകണം. പിന്നെ ഞാൻ രാവിലെ പൂരിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൂരി ഉണ്ടാക്കിയപ്പോൾ ഞാൻ നേഴ്സറിയിൽ നിന്ന് വന്നപ്പോൾ വീണ്ടും ഒരു പൂരി എടുത്ത് കഴിച്ചു. അതുകൊണ്ട് ചോറ് തിന്നിട്ടില്ല കേട്ടോ. ചോറ് തിന്ന് എനിക്ക് വിശപ്പില്ല. പക്ഷേ എന്തെങ്കിലും തിന്നില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ കറിയൊന്നുമില്ല. ഒരു കപ്പങ്ങ ഇരിപ്പുണ്ട്. ആ കപ്പങ്ങ ഒന്ന് ഒലത്തണം എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ആദ്യം തന്നെ ഞാനൊന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കമ്മലും, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും, ഒരു സൺസ്ക്രീനും മാത്രം കൊണ്ടുപോകുന്നുള്ളൂ. ഒരു പൗഡറും, പിന്നെ ഒരു കുഞ്ഞു സോപ്പും, കുഞ്ഞു പേസ്റ്റും, ബ്രഷും, ഇത്രയും കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ തോർത്ത്, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ, അത്രേ ഉള്ളൂ. മെയിനായിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ 4 പേരും കൂടി മാത്രമാണ് പോകുന്നത്, വേറെ ആരുമില്ല. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് പോവാം. പാക്കിംഗ് എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ 4 പേരുടെ ഏകദേശം ഒരു 2 ജോഡി വെച്ച്, പിള്ളേരുടെ മാത്രം ഒരു 3-4 ജോഡിയാണ് എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ വീണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയാണ് കൂടുതലുള്ളത്. പിന്നെ സുധിച്ചേട്ടനും എനിക്കും കൂടി 2 ജോഡി പൂർണ്ണമായിട്ടില്ലെങ്കിലും 2 ജോഡിയായിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പറശ്ശിനിക്കടവ് എൻ്റെ പണ്ടത്തെ ഒരു ഓർമ്മയിൽ കുളമുണ്ട്, കുളിക്കാനുള്ള കുളമുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനി എങ്ങാനും നമ്മൾക്ക് ഇറങ്ങാനുള്ള എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തീരെ ഓർമ്മയില്ല. ഞാൻ കുഞ്ഞിലെ പോയതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു കുളം അവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും പ്രത്യേകമായിട്ട് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ കാരണം ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എൻ്റെ 2 ഡ്രസ്സും, ഞാൻ എടുത്ത് വയ്ക്കുന്ന 2 ഡ്രസ്സും എനിക്ക്
കൈവയ്ക്കേണ്ട ഡ്രസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ അതും ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കൈയും അതിൻ്റെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ, ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിൻ്റെ കൈ രണ്ട് സ്ഥലത്താണ് കിടന്നിരുന്നത്. അത് ഏകദേശം ഒന്ന് തപ്പി കണ്ടുപിടിച്ചു. പിന്നെ ഒരു ഹാൻഡ് ബാഗ്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറുള്ളൊരു ബാഗ് കൊണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ചപ്പും ചവറുകളും ഇല്ല കേട്ടോ. എല്ലാ കടലാസും എല്ലാ ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുപ്പിവള, പലതരം കമ്മലുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരു 10,000 പേഴ്സ് ഉണ്ട്, അതിലൊന്നൊന്നുമില്ല. എന്നാലും ഞാനിതൊന്നും കളയില്ല. പിന്നെ തുമ്പിടം സുക്കുറിൻ്റെ മരുന്നുകളുണ്ട്. ഈ ഒരു ഭാരം ഒരു 10 കിലോയെങ്കിലും അതുണ്ടാവും. ആ ഭാരം ചുമന്നാണ് ഞാൻ എല്ലാ ദിവസവും നടക്കുന്നത് കേട്ടോ. സൂചിച്ചേട്ടൻ പറയാറുണ്ട് ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തൊന്ന് എടുത്ത് വെക്കുന്നത്. ഞാൻ എന്നാലും അതും കൊണ്ട് പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയണമല്ലോ, അതും കൊണ്ട് ഇങ്ങനെ നടക്കൂട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഒഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രീ ആയത് കണ്ടില്ലേ. കുപ്പിവളയും എല്ലാതും കമ്മലൊക്കെ ഉണ്ട്. ഈ കമ്മലൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഊരി വയ്ക്കും. പിന്നെ വാച്ചുമല്ല, പിന്നെ കവറൊക്കെ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുഷിഞ്ഞ സാധനങ്ങളൊക്കെ അതിലെടുത്ത് വെക്കാന്ന് പറഞ്ഞ് കവർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ലിപ്സ്റ്റിക്, മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. പിന്നെ കണ്ണെഴുതാനുള്ള സാധനങ്ങൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കളയാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ് ഇനി ആവശ്യമുള്ളത് വല്ലതും ഉണ്ടോയെന്ന്. പിന്നെ സഹസ്രനാമത്തിൻ്റെ ബുക്ക് ഉണ്ട്, അത് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ, നമ്മൾ വായിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ലിപ് ബാമും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കവറിൽ തന്നെ എടുത്ത് വെച്ചിട്ട്, പിന്നെ ആധാറും പാൻ കാർഡൊക്കെ ഉള്ളതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ട്രെയിനിലൊക്കെ വല്ല ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ആ കറുപ്പ ബാഗൊക്കെ കടയിലെ ബാഗാണ്, അതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് വെക്കണം. പിന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നു. ഒരു 3-4 പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഉണ്ടായില്ല. ഒരു പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഞാൻ ബാഗിലോട്ട് എടുത്ത് വെച്ച് ബാക്കിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ബാഗൊന്ന് ഗർഭിണി പോലെ ഇരിക്കുകയായിരുന്നു, അതൊന്ന് ഒതുങ്ങി കിട്ടി. പിന്നെന്താ, ഒരുമാതിരിപ്പെട്ട എല്ലാ പാക്കിങ്ങും കഴിഞ്ഞെന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ ഒരു ലെഗിൻസും കാര്യങ്ങളും വേറെ അലമാരിലാണ് ഇരിക്കുന്നത്. തുമ്പി ഉറങ്ങണോണ്ട് പതുക്കെ പോയി അലമാരി തുറന്ന് എടുത്തിട്ട് വേണം എടുക്കാൻ. പിന്നെ തുമ്പിക്കുള്ളൊരു വൈപ്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ തോർത്തും ബ്രഷൊക്കെ പിന്നെ നമുക്ക് അന്നല്ലേ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ, നമ്മൾ തേച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചപ്പോൾ തന്നെ കുറേ സമാധാനമായി. നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര സംഭവമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇതേപോലെ പാക്കൊന്നും ചെയ്ത് ടൂർ പോകാത്തൊന്നും എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളതാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. സുധിച്ചേട്ടൻ ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടും. ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് റീപാക്ക് ചെയ്യും കേട്ടോ. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഈ ഒരു ടോപ്പിൽ ഞാൻ കയ്യില്ലാണ്ടാണ് ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. വലിയ ബോറൊന്നും ഇല്ലാത്തൊരു ടോപ്പായിരുന്നു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വൈമാളിൽ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം ഫീഡ് ചെയ്യാനും മറ്റും ഭയങ്കര ലൂസാണ്, ഒട്ടും ഫിറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോണതുകൊണ്ട് കയ്യില്ലാത്തൊന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊട്ടും കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കൈവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൈയൊക്കെ ഉണ്ട് ഇതിനത് കണ്ട, അയ്യോ ഒരെണ്ണോടെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൈവെക്കണം. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിനും ഇത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഇതവിടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് പിന്നെ അതിൻ്റെ കാലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ കൈ, അപ്പോൾ ഇതൊന്ന് ചേച്ചിയുടെ കൊണ്ട് കൊടുക്കണം, കൈവെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ പണി. എൻ്റെ പണികൾ ഞാനിപ്പോൾ തന്നെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. കാരണം നമുക്ക് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അവിടെ ഉണ്ടോന്ന്. അപ്പോൾ അത് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ തുമ്പിട സുക്രൂൻ്റെ എല്ലാം, തുമ്പിക്ക് സുക്രൂനും പോകുമ്പോൾ ഇടാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തിന്നാനുള്ളത് മാത്രമാണ് ഇനി എടുത്ത് വെക്കാനുള്ളത്. പിന്നെ സുധിച്ചേട്ടൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. സുധിച്ചേട്ടന് ചിലപ്പോൾ ഒരു ദിവസം ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, പിറ്റേ ദിവസം ഇഷ്ടപ്പെടുന്നത്. സുധിച്ചേട്ടന് ഇഷ്ടമായിരുന്നു കറുപ്പ ഷർട്ട്, ഇനി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഒന്ന് കൈ വെച്ചിട്ട് വരാം കേട്ടോ. ഷേപ്പൊന്നും ചെയ്യാനില്ല, കറക്റ്റ് ഷേപ്പാണ്. ഞാനിപ്പോൾ അധികം ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യാറില്ല, കാരണം ഫീഡ് ചെയ്യണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ആ റെഡ് ചുരിദാർക്ക് നല്ല ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഫീഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇത്ര ലോങ് പോകുമ്പോൾ നമ്മൾ അതും കൂടെ കൊച്ചിൻ്റെയും കൂടെ കംഫർട്ട് നോക്കണ്ട, നമ്മുടെയും കൂടെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ല, സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു ലിപ് ബാമും ഒരു ഫൗണ്ടേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇടാൻ പറ്റും വിടും. പിന്നെ അത്രേ ഉള്ളൂ. ഒരു ദിവസത്തെ ഒരു ട്രിപ്പിനല്ല, ഒരു ദിവസം രാവിലെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇങ്ങോട്ട് പോരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് വരാം. ഹലോ, അപ്പോൾ ഇത് നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ തലേ ദിവസത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വീഡിയോ വരാം. അപ്പോൾ ഞാൻ ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്തത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സുധിച്ചേട്ടൻ വന്നപ്പോഴും അത് തന്നെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ വേറെ നമുക്ക് ഭാരം അധികം കൂട്ടാൻ വേണ്ട, 2 പിള്ളേരുണ്ടല്ലോ. പിന്നെ നമുക്ക് തിന്നാനുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞി പേസ്റ്റും കുഞ്ഞി സോപ്പൊക്കെ കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു ഇനി അതിനായിട്ടൊരു എക്സ്ട്രാ ഒരു ഇത് ചിലവാക്കേണ്ട കാര്യമില്ല, നമ്മുടെ സോപ്പ് ഉണ്ട് ഓൾറെഡി, അത് വലുതാണെന്നേ ഉള്ളൂ, അപ്പോൾ അത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ തീരാറായിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കൊണ്ടുപോകാം. ഒരു സോപ്പ് എടുത്ത് വയ്ക്കാം. അതേപോലെ തന്നെ
പാരച്യൂട്ട് വലിച്ചിട്ട് ഒരു കുഞ്ഞു പാത്രത്തിലാക്കി വെക്കാം. പിന്നെ എന്തുട്ടാ തോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് അന്നത്തെ ദിവസം പല്ലേച്ചിട്ടാണ് എടുത്ത് വെക്കാം, മറക്കാതെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പല്ലേക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ പേസ്റ്റ് വെച്ച് കൈ കൊണ്ട് തേക്കാം, എന്നാലും ഒരു ദിവസമല്ലേ, എന്നാലും നമ്മൾ ബ്രഷ് ഇട്ട് തേച്ചില്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് ആ പോവണേൻ്റെ ആ ഒരു ഇത് വന്നിട്ടില്ല, പാതിരാത്രി അല്ല ഒരു ഇത് വരുള്ളൂ. നാളെ രാവിലെ ഞങ്ങൾ പോകണം. അത് എന്നിട്ടാണ് അതിനെ പറ്റിയിട്ട് ഒരു ഒരു ഇത് വരുന്നില്ല, ഒരു എന്നിട്ടാണ് ഞാൻ പറയണത്, ഒരു ത്വര വരുന്നില്ല. ഇങ്ങനെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ രാവണപ്രഭു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ പഴയ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ക്രൈസാണ് കേട്ടോ. പഴയ സിനിമകൾ, നല്ല ഹിറ്റ് സിനിമകളായിരിക്കണം. പഞ്ചാബി ഹൗസ്, പിന്നെ എന്തുട്ടാ ക്രോണിക് ബാച്ചിലറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മണിച്ചിത്രത്താഴ്, ചിത്രം, പിന്നെ ഇതേപോലെ രാവണപ്രഭു ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സുച്ചേട്ടൻ ദേവാസുരമാണ് ഇഷ്ടം, എനിക്ക് രാവണപ്രഭുവാണ് ഇഷ്ടം. ജനറേഷൻ ഗ്യാപ്പുണ്ട് ഇല്ലോട്ടോ, സുച്ചേട്ടൻ കേൾക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എന്തുട്ടാ, ഇന്നത്തെ എൻ്റെ രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ. ഇതിൻ്റെ വ്ളോഗൊക്കെ വരും കേട്ടോ. ഞാനപ്പോൾ വിചാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 17-ാം തീയതി ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ 17-ാം തീയതി വൈകുന്നേരം വരെയുള്ള വീഡിയോസ് നമ്മൾ ഇപ്പോഴേ അപ്ലോഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 18-ാം തീയതി നോക്കണ്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ മെയിൻ പരിപാടി. ഇന്നലെ വൈകുന്നേരമൊക്കെ ഇരുന്ന് തകൃതിയായിട്ട് ഞാൻ ഈ ലോങ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണ് എഡിറ്റ് ചെയ്യുമ്പോൾ. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളയണമല്ലോ, പിന്നെ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് രാത്രി ആയി കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ചെയ്യുന്നുണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ആലോചിക്കണേ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു കാര്യം, അവർ കണ്ണടയൊക്കെ യൂസ് ചെയ്യേണ്ട, നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു തലവേദന ആണെങ്കിൽ അപ്പോൾ അവരുടെ കാര്യം, അപ്പോൾ അവർ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടെങ്കിൽ സുക്രൂനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരണം. ആ ഒരു രാത്രി ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് വരുള്ളൂ. പിന്നെ എന്തുട്ടാ വൈകുന്നേരം നമ്മൾ വിളക്കിന് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ എവിടെയാണ്, പുല്ലൂറ്റ് പാലത്തിൻ്റെ അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് വിളക്കാണ്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൈസയൊക്കെ കുടിക്കാമല്ലോ, അപ്പോൾ സദ്യക്ക്. അപ്പോൾ വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കേണ്ട, ഉച്ചവരെയുള്ള ഫുഡ് നമ്മുടെ ഉണ്ട്. ചോറുണ്ട്, പിന്നെ കപ്പങ്ങോളത്ത് ഇന്നലെ ഉണ്ടാക്കിയത്. സുധിച്ചേട്ടന് മാത്രം അല്ല ഇന്നലത്തെ കൊടുക്കാൻ പറ്റാത്തുള്ളൂ. ഞാനത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പങ്ങോളത്തുണ്ട്. പിന്നെ കോളിഫ്ലവർ വറുക്കാനുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഉച്ചക്കാലത്തെ ഫുഡ് തന്നെ ഇന്നും അത് തന്നെയാണ് തിന്നുന്നത് കേട്ടോ. പിന്നെ ഫുഡിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ലാണ്ടായിപ്പോയി, പച്ചക്കറി ആയത് കാരണം. എന്തെങ്കിലുമൊക്കെ കഴിക്കാം, വിശപ്പ് മാറാൻ കഴിക്കാം, അപ്പം അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ ഉള്ള കുറച്ച് സ്നാക്സ് ഉണ്ട്, മുറുക്ക്, പിന്നെ ബോംബെ മിച്ചറൊക്കെ പകുതിയുള്ളൂ. അപ്പോൾ അതൊക്കെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊണ്ടുപോകും. അതിനായിട്ട് ഇനി വേറെ എക്സ്ട്രാ ചിലവൊന്നും വഹിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കിഴങ്ങ് വറുത്തതുണ്ട്, പിന്നെ എന്തുട്ടാ മുറുക്കുണ്ട്. ഇന്ന് ആവശ്യമില്ലാണ്ട് വെറുതെ ഇത് പൊട്ടിക്കേണ്ട കാര്യമുണ്ടല്ലോ, ഇത് കൊണ്ടുപോകാമായിരുന്നു. എന്നാലും ഞാൻ ഇത് കൊണ്ടുപോയി, ഇത് റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ കൊണ്ടുപോകും. പിന്നെന്താ ബോംബെ മിച്ചറുണ്ട്. ബോംബെ മിച്ചറാണ് ഞങ്ങൾക്ക് 4 പേർക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അത് പകുതി ഉണ്ട്, അപ്പോൾ അതും റബ്ബർ ബാൻഡ് ഇട്ട് കൊണ്ടുപോകാം. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ആണ്. പിന്നെ ബ്രൗണി അന്ന് ചേച്ചി വന്നപ്പോൾ ബ്രൗണി കൊണ്ടുവന്നതിൽ ഒരെണ്ണം ബാക്കിയുണ്ട്. ഇതിനിപ്പോൾ സുക്രൂനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുക്രൂ തിന്നും, കാണിക്കേണ്ട, നമുക്കത് കൊണ്ടുപോകാം. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും ആണുള്ളത്. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റും മേടിക്കണം. പിന്നെ ഒരു 3-4-5 രൂപയുടെ ലേസിൻ്റെ പാക്കറ്റ് മേടിക്കണം. 10 രൂപയുടെ 2 മേടിച്ചാൽ മതി. അതും മേടിക്കണം. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ഈ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒരു ചൊറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസ് ഒന്നും അധികം കൊടുക്കരുത്. എന്നാലും പക്ഷേ നമ്മുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. കാരണം തുമ്പി സുക്കുറു ലേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങിയിരുന്നോളും. പഴമൊന്നും കൊടുത്തിരിക്കില്ല. പഴമൊന്നും ഞാൻ കൊണ്ടുപോകണേ ഇല്ല, അത് കുട്ടികൾ കഴിക്കില്ല. പിന്നെ ചളുവളുവാവും. പിന്നെ ഞാനേ നാളെ രാവിലത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഉച്ചരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയാവില്ല. കാരണം നമ്മൾ എന്തായാലും അവിടെ ചെന്നതിന് ശേഷം എല്ലാം പുറത്തുനിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉഴുന്നും പച്ചരിയും ചെറുപയറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വൈകുന്നേരം അടിച്ചിട്ട് നാളെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് കരുതിയാൽ എന്തുട്ടാ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുപോകാം. ഇഡ്ഡലി ആകുമ്പോൾ 2 പേരും തുമ്പിയും സുക്രവും കഴിച്ചോളും. നമ്മുടെ 2 പേരും വലിയ സീനില്ല, നമുക്കിപ്പോൾ എന്ത് കഴിച്ചാലും മതി. ഇപ്പോൾ കഴിച്ചില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ പിള്ളേർ അങ്ങനെയല്ല, ആകെ ഇടയും. ഐറ്റങ്ങൾ ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ആകെ ആവശ്യതയായി പോകും. കാരണം ഇത്ര ദൂരെ പോണ കാര്യമല്ല. നമുക്ക് ബസ്സിനാണെങ്കിൽ ഒരു 6 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ആയതുകൊണ്ട് 2-2.25 മണിക്കൂർ കൊണ്ട് നമ്മളെത്തും. എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതൊരു സസ്പെൻസ് ആണ്. ഭയങ്കര സ്ഥലത്തൊന്നല്ല പോകുന്നതെങ്കിൽ ഒരു ചെറിയ സ്ഥലത്താണ്. പക്ഷെ കുറേ നാളത്തെ ആഗ്രഹമാണ് എൻ്റെ. കഴിഞ്ഞ കൊല്ലം മുതൽ പോകാനായിട്ടിരിക്കുന്നത്. ട്രെയിൻ വരെ ബുക്ക് ചെയ്യാൻ പോയി. അങ്ങനെ കുറേ എന്നിട്ട് വേറെ ഈ സ്ഥലത്ത് പോകാൻ പോയിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോകാം. അങ്ങനെ കുറേ ഇങ്ങനെ തെന്നി മാറിപ്പോയിരുന്ന സ്ഥലമാണ്. പക്ഷെ അവസാനം നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പോൾ നാളെ രാവിലെ പോകാൻ പോകണേ. നാളെ 9:33 തൃശ്ശൂർ എത്തും. അപ്പോൾ നമുക്ക് 7 മണിക്ക് ബസ്സിൽ കയറണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.
ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി യാത്ര എത്രത്തോളം എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ എടുക്കണതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞങ്ങൾ പോകുന്ന ആ ഒരു യാത്രയിൽ കാണാം. അപ്പോൾ അടുത്ത വഴിയായിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.